സമയം രാത്രി 1:20. മട എന്ന് പറയുന്നത് ഷാഹിദ്. സമയം ദേ 1 മണി കഴിഞ്ഞു. 1:20, 1:30 ആവാനായി. നമ്മളുടെ വണ്ടി ദേ അടുത്ത റൈഡിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ആസ് യൂഷ്വൽ എല്ലാ റൈഡിൻ്റെയും തലേന്ന് തരുന്ന ലാഗ് ഒഴിവാക്കാൻ ഞങ്ങൾ ഒരാഴ്ച മുന്നേ തന്നെ ഇരുന്നു. സോ കഴിഞ്ഞ റൈഡ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വണ്ടിക്ക് അത്യാവശ്യം കുറച്ച് പണികൾ വന്നിട്ടുണ്ടായിരുന്നു. ഹെഡും ക്യാം ഷാഫ്റ്റും വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണ പുതിയൊരു ഹെഡും പുതിയ ക്യാം ഷാഫ്റ്റും കയറ്റിയിട്ടുണ്ട്. അതർ പാർട്സ് എല്ലാം പെർഫെക്റ്റ് ആണ്. എല്ലാം പുതിയത് നമ്മൾ ചെയ്തത് തന്നെയാണ്. അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോൾ ക്യാം ഷാഫ്റ്റ്, ഹെഡ്, അതേപോലെ ECU റെഗുലേറ്റർ, ഇത്രയും സാധനം മാറി. അപ്പം തന്നെ ഏകദേശം 10-30 രൂപേൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. സോ നമ്മുടെ വണ്ടി നോർത്ത് ഈസ്റ്റ് റൈഡിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് എന്തായാലും ക്ലച്ച് ബെല്ലും കൂടിയും പുതിയത് ഇടുകയാണ്. സോ ക്ലച്ച് ബെല്ല് എത്തിയിട്ടില്ല. മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിട്ട് ക്ലച്ച് ബെല്ല് എത്തുമായിരിക്കും, മാക്സിമം വെനസ്ഡേ. സോ എനി ഹൗ ക്ലച്ച് ബെല്ലൂടെ മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ്ലി ഓക്കെ. ഫ്രണ്ടിലെ ടയറ് വേറെ വണ്ടിക്ക് അജ്മൽ കോരി കൊണ്ടുപോയേക്കാണ്. ബാക്കിലെ ഗ്രിപ്പ് ഒരു 40% ഉള്ളൂ. സോ അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൊൽക്കത്ത ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പുതിയ MRFൻ്റെ ടയർ ഇടാൻ വേണ്ടിയിട്ട്. ഈ ടയർ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 15,000ൻ്റെ മുകളിൽ ഗ്രിപ്പ് കിട്ടിയ ടയറാണ്. സോ ഐ എം ഹാപ്പി വിത്ത് MRF. ദിസ് ടൈം നമ്മൾ വീണ്ടും MRF തന്നെ ഇടും. സസ്പെൻഷൻ പോയിട്ടുണ്ടായിരുന്നു. സോ സസ്പെൻഷൻ നമ്മൾ റീകണ്ടീഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഹിമാലയൻ്റെ ഓൾമോസ്റ്റ് എല്ലാം പുതിയതാണ്. ഇനി നമുക്ക് എന്താ പറയുക, ഒരു ക്ലച്ച് ബെല്ലും കൂടി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്ക് ഈസ് റെഡി ഫോർ എ റൈഡ്. പിന്നെ നമ്മുടെ വൈസർ പഴയത് പൊട്ടിയിട്ടുണ്ട്. അത് ശരിയാക്കാൻ പറ്റുമോ ഷായത്? നോ വൈസർ മസ്റ്റാ. നമുക്ക് അതിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അപ്പം എനിക്ക് ആ വൈസർ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ട്. അത് ഇവിടെ മുകളിൽ എവിടെയോ ക്രാക്ക് ഉണ്ട്. വിൽ ഫൈൻഡ് ഇറ്റ്. ഓക്കെ. സോ ഇന്നത്തെ ടാർഗറ്റ് നമുക്ക് ഇതാണ്. ഹെഡ് അസംബ്ലി കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് വേറൊരു പണി കിട്ടിയത് ടൈമിംഗ് ചെയിൻ്റെ പാഡ് എന്താ പറയുക മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണി കിട്ടിയിരുന്നു. ടൈമിംഗ് ചെയിൻ്റെ പാഡില്ല, അതേപോലെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഡിറ്റ്യൂഷൻ കാലപ്പഴക്കത്തിൻ്റെതാണ്. സോ ഇതിങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കിട്ടാത്തൊരു സാധനം ഇപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നൊരു ക്യാപ്പുണ്ട്. അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. സോ അതിന് ഞങ്ങൾ കുറച്ച് ജുഗാഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹിമാലയനിൽ പണിതുകൊണ്ടിരിക്കുന്ന പണികൾ. ഇപ്പം സമയം അല്പം വൈകിയത് കൊണ്ട് ഇന്ന് വേറൊരു ഹിമാലയം വന്നിട്ടുണ്ടായിരുന്നു. സോ അത് പണി തീർക്കാനുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി മേടിക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. സോ ഒരു 10,000 മോർ കിലോമീറ്റേഴ്സ് നമുക്ക് നോർത്ത് ഈസ്റ്റിൽ സ്ട്രെച്ച് ചെയ്യാനുണ്ട്. സ്പെഷ്യൽ റൈഡാണ് നമ്മളുടെ നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ പാക്കേജ്. സോളോ റൈഡ്സും ക്ലബിൽ നിന്ന് വേറെ ടീമെല്ലാം പോയിട്ടുണ്ടെങ്കിലും നമ്മളുടെ പാക്കേജിലെ ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് റൈഡാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു വലിയ ടീമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് 5 പേരുടെ ടീമാണ് നമ്മളിപ്രാവശ്യം പോകുന്നത്. സോ വണ്ടിപ്പണി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ ഇനി നാളത്തെ ഞായറാഴ്ച ഒന്ന് അടിപൊളിയായിട്ട് കടന്നുറങ്ങണം. ഞാനും നീയും. സോ നെക്കൽ ഗാർഡ്സ് ഇത് തന്നെയാണ് ഇടുന്നത്, മാറ്റുന്നൊന്നുമില്ല. വേറെ എക്സ്ട്രാ വർക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ശരി, ഒന്നുമില്ലല്ലോ. യെസ്, ബോൾ റേസറും കൂടി മാറാം. ചെറിയൊരു പ്ലേ വന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഇനി വഴി യാത്രാമധ്യേ അത് മാറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ബോൾ റേസറും കൂടിയും പുതിയതിടാം. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ഹിമാലയൻ. ഇത് ഒരു 75 ആയില്ലേ, 75,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തു. ഓൾമോസ്റ്റ് 5 times ലഡാക്ക് നോർത്ത് ഈസ്റ്റ് റൈഡുകളെല്ലാം തീർത്ത്, സൗത്ത് ഇന്ത്യൻ കേരള റൈഡുകളെല്ലാം തീർത്ത് ഇങ്ങനെ വിശ്രമത്തിലാണ്. സോ അടുത്ത റൈഡ് വിശേഷങ്ങളും അതിൻ്റെ റൈഡിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, വി ഹാവ് മോർ ബൈക്സ് ടു ഗെറ്റ് റെഡി. കുറച്ച് വണ്ടികൾ തീർക്കാനുണ്ട്, എന്നാൽ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വണ്ടി തീർക്കാണ്. സോ ഇത്രയും പറയാനുള്ളൂ.
അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. അടുത്ത വിശേഷങ്ങളും പ്രിപ്പറേഷനുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും സൈനിങ് ഔട്ട്.